ഒരു കഥ சொல்லட்டுமா? രാജുവിനെ അന്ന് സ്വന്തമായി ഒരു ജോഡി പാരഗൺ ചെരുപ്പുകൾ എന്നത് കേവലം ഒരു ആഗ്രഹമായിരുന്നില്ല, അതൊരു വലിയ സ്വപ്നമായിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം കാരണം അച്ഛൻ പലപ്പോഴും ഫുട്പാത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാറുള്ള വില കുറഞ്ഞ റബ്ബർ ചെരുപ്പുകളുണ്ട്. അതിനൊരു മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, പേരും ഊരുമൊന്നും ഇല്ലാത്ത റബ്ബർ ചെരുപ്പുകൾ. നടന്ന് നടന്ന് അതൊരു ബ്ലേഡ് പോലെ തേഞ്ഞ് തീരുമായിരുന്നു. ഒരു മാസം കൊണ്ടൊക്കെ തീരും. അന്ന് ലൂണയും ഫിഷറും പാരഗണും ഒക്കെ നാട്ടിൽ വലിയ ബ്രാൻഡുകളാണ്. കുളക്കടവിലും പുഴക്കടവിലുമെല്ലാം ചകിരി കൊണ്ട് തേച്ച് മിനുക്കുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടാവും. സാധാരണക്കാരുടെ ഇടയിൽ വെള്ള നിറത്തിൽ നീല വള്ളിയുള്ള ഈ പാരഗൺ ചെരുപ്പുകൾ പ്ലാസ്റ്റിക് ചെരുപ്പുകളപ്പോഴേക്കും സ്ഥാനം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു വലിയൊരു അലങ്കാരം തന്നെയായിരുന്നു. കല്യാണം വിശേഷങ്ങൾക്കൊക്കെ ആളുകൾ ഈ ചെരുപ്പിട്ട് വളരെ മാന്യമായി പാൻറ്റും ഷർട്ടിട്ട് ഈ ചെരുപ്പിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ചെരുപ്പിന് വലിയൊരു അന്തസ്സും ഉണ്ടായിരുന്നു. രാജുവിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പാരഗൺ ചെരുപ്പ് വേണമെന്ന്. രാജുവിൻ്റെ നിരന്തരമായ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും പിണക്കങ്ങളും. അങ്ങനെ ഒരു അവധിക്കാലം വന്നു. അച്ഛൻ അവനൊരു വാക്ക് കൊടുത്തു. ഈ അവധിക്കാലത്ത് പറമ്പിൽ വീഴുന്ന കശുവണ്ടി മുഴുവൻ പറക്കി കൂട്ടിയാൽ ആ വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് സ്കൂൾ തുറക്കുമ്പോൾ നിനക്കൊരു പാരഗൺ ചെരുപ്പ് വാങ്ങിത്തരാം. അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. അതവനൊരു വലിയ ശക്തിയുമായി. ആ അവധിക്കാലത്ത് രാജു പറമ്പുകളെല്ലാം അരിച്ചു പറക്കി. തൻ്റെ പറമ്പിൽ നിന്ന് മാത്രമല്ല, അടുത്ത പറമ്പിൽ നിന്ന് പോലും കശുവണ്ടി പറക്കി. ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ വീണുപോയ പറങ്കിമാങ്ങയുടെ അണ്ടികൾ പോലും അവൻ വിരലുകൾ കൊണ്ട് മണ്ണ് മാന്തിയെടുത്ത് വെയിലിൻ്റെ ഒരു ചൂട് അറിയാതെ വിശപ്പറിയാതെ അവൻ വലിയ ചാക്കുകൾ അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങി. കശുവണ്ടി അങ്ങനെ ശേഖരിച്ചു. അച്ഛൻ വാക്ക് പാലിച്ചോട്ടോ. അവനെയും കൂട്ടി ടൗണിലേക്ക് പോയി. ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് കശുവണ്ടിയെല്ലാം ചാക്കുകൾ കയറ്റി, കശുവണ്ടി എല്ലാം ചാക്കുകളിലാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റി ടൗണിലേക്ക് പോയി. തിരികെ പോരുമ്പോൾ അച്ഛൻ ഒരു ഉഴുന്നുവടയും ചായയും വാങ്ങിച്ചു കൊടുത്ത് അവനെയും കൊണ്ട് അടുത്ത ചെരുപ്പ് കടയിൽ പോയി ഒരു പാരഗൺ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. അതും ഇട്ടുകൊണ്ട് രാജു നടക്കുമ്പോൾ രാജുവിൻ്റെ കാൽപാദങ്ങൾ മണ്ണിലായിരുന്നില്ല, ആകാശത്തോളം ഉയരത്തിലായിരുന്നു. അതിലൊരു പൊടി പോലും വീഴാൻ അവൻ സമ്മതിച്ചില്ല. രാത്രി ഉറങ്ങാൻ നേരം 3 വട്ടമാണ് അവനത് കഴുകി തുടച്ചത്. നേരം വെളുത്തപ്പോഴേക്കും ആദ്യം ചെയ്തത് അത് തന്നെ. ഒടുവിൽ താൻ കിടക്കുന്ന പായയുടെ തൊട്ടടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അവർ കിടന്നുറങ്ങിയതും. ശനിയാഴ്ച വൈകുന്നേരം കൂട്ടുകാരെ തൻ്റെ പുതിയ നിധി കാണിക്കാനായി രാജു ആ പാരഗൺ ചെരുപ്പുമിട്ട് കളിസ്ഥലത്തേക്ക് ഞെളിഞ്ഞ് നടന്നു. കളിക്കാൻ വന്ന കുട്ടികളിൽ 70% പേർക്കും ചെരുപ്പുണ്ടായിരുന്നില്ല. അവരൊക്കെ നഗ്നപാതരായിരുന്നു. രാജുവിൻ്റെ കാലിലെ പുത്തൻ പാരഗൺ കണ്ടപ്പോൾ ജോസഫ്, ഭാസ്കരൻ, റഹീം, ഈ കൂട്ടുകാരെല്ലാം ചുറ്റും കൂടി. രാജു തൻ്റെ അധ്വാനത്തിൻ്റെ കഥ അങ്ങോട്ട് വിളമ്പി. അഭിമാനത്തോടുകൂടി ഈ കഥയെല്ലാം പറഞ്ഞപ്പോൾ അവരെല്ലാം ചെരുപ്പുകളിലേക്ക് നോക്കാൻ തുടങ്ങി. പന്തുകളി തുടങ്ങാറായി. ആ സമയം ഭാസ്കരൻ പറഞ്ഞു, രാജു, ചെരുപ്പിട്ട് കളിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ചെരുപ്പില്ലല്ലോ, നിൻ്റെ ചെരുപ്പ് നീ ഊരണം. ഞങ്ങൾക്ക് നിൻ്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടിയാൽ കാല് വേദനിക്കും. രാജുവിന് അത് ന്യായമായി തോന്നി. അവൻ തൻ്റെ ജീവനായ ചെരുപ്പ് മൈതാനത്തിൻ്റെ കോണിലുള്ള ഒരു തെങ്ങിൻ ചുവട്ടിൽ ഭദ്രമായി ഊരിവെച്ചു. ആ പറമ്പിലാണെങ്കിൽ അവരെ കൂടാതെ പശുവിനെ മേയ്ക്കാൻ വരുന്ന അമ്മിണിയെഴുത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. കളി കഴിഞ്ഞ് ആവേശത്തോടെ തെങ്ങിൻ ചുവട്ടിലേക്ക് ഓടിയെത്തിയ രാജു ഞെട്ടിപ്പോയി. അവിടെ ആ ചെരുപ്പുകൾ ഉണ്ടായിരുന്നില്ല. അവൻ പരിഭ്രാന്തയോടെ പറമ്പാകെ ഓടി നടന്നു. നേരെ ഇരുട്ടി തുടങ്ങി. ചെരുപ്പ് കണ്ടു കിട്ടിയിട്ടില്ല. കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവൻ പറമ്പിലൂടെ ഓടുന്നു കണ്ട് പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന അമ്മിണിയെടുത്തി അരികിലേക്ക് വന്നു. എന്താണ് രാജു കരയുന്നത്? അവർ ചോദിച്ചു. എൻ്റെ പാരഗൺ ചെരുപ്പ് കാണാനില്ല എടുത്തി, ഞാൻ ഈ തെങ്ങിൻ ചുവട്ടിൽ വെച്ചതാ. അവൻ ഏങ്ങലടിച്ചു. അമ്മിണിയെടുത്തി മുഖത്തൊരു പുച്ഛഭാവത്തോടെ പറഞ്ഞു, നീ അത് വീട്ടിൽ ഊരി വെച്ചിട്ട് മറന്നതാവും. ആരാ ഇവിടുന്ന് നിൻ്റെ ചെരുപ്പൊക്കെ കട്ടുകൊണ്ട് പോവുക? ഇവിടെ ഇട്ടിട്ടെങ്കിൽ ഇവിടെ തന്നെ കാണും. ആരും മോഷ്ടിക്കൊന്നും ഇല്ലേ ചെരുപ്പ്? അത്രയും പറഞ്ഞ് അവർ നടന്നുപോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാജു വീട്ടിലെത്തി. അന്ന് അവൻ ആഹാരം കഴിച്ചില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാത്രി അച്ഛൻ കടയടച്ച് വന്നപ്പോൾ അമ്മ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞതാ അവനോട്,
കളിക്കാൻ പോകുമ്പോൾ ആ പുത്തൻ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണ്ടെന്ന്. ഇതിപ്പോൾ കൂടെ കളിച്ച ഏതേലും കൂട്ടുകാർ, ഇവൻ്റെ നല്ല ചങ്ക് കൂട്ടുകാർ എന്നെയാണ് എടുത്തുകൊണ്ടുണ്ടാവുക. രാജു കരച്ചിലോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോൾ തന്നെ പോയി ഭാസ്കരനും ജോസഫിനും റഹീമിനും ഒന്ന് പോയി കാണട്ടെ. അച്ഛൻ അവനെ തടഞ്ഞു. ഈ രാത്രിയിലോ? നീ പോയി കിടന്നു, നേരം വെളുക്കട്ടെ, അപ്പോൾ നമുക്ക് അന്വേഷിക്കാം. ആ രാത്രി രാജുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പുലർച്ചെ തന്നെ അവൻ എല്ലാ കൂട്ടുകാരുടെ വീടുകളിലേക്ക് മാറി മാറി ഓടി. എൻ്റെ ചെരുപ്പ് ആരെങ്കിലും എടുത്തോ, ഒന്ന് തരണം, ദയനീയമായി അവൻ ചോദിച്ചു. എല്ലാവരും കഷ്ടമായിട്ടോ, ആരാ എടുത്തത്? ആരും സത്യം പറഞ്ഞില്ല. തൻ്റെ കൂട്ടുകാരിൽ ആരോ ഒരാൾ തന്നെയാണ് അത് ചെയ്തതെന്ന് തിരിച്ചറിവ് അവൻ്റെ കുഞ്ഞു മനസ്സിനെ തകർത്തു കളഞ്ഞു. ആ വർഷം പിന്നീട് അച്ഛന് മറ്റൊരു ചെരുപ്പ് വാങ്ങി നൽകുവാൻ കഴിഞ്ഞില്ല. കുടുംബത്തിൽ കടങ്ങൾ പെരുകാൻ തുടങ്ങി. ഒടുവിൽ വീടും കശുവണ്ടി പറക്കി നടന്ന പറമ്പ് വിറ്റ് രാജുവിനും കുടുംബത്തിനും മറ്റൊരു ഗ്രാമത്തിലേക്ക് പറിച്ചു നടേണ്ടി വന്നു. വർഷങ്ങളേറെ കടന്നുപോയി. രാജു ഇന്ന് വളർന്നു വലിയൊരാളായി. എങ്കിലും വല്ലപ്പോഴും ആ പഴയ ഗ്രാമത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ രാജുവിൻ്റെ മനസ്സ് ആ തെങ്ങിൻ ചുവട്ടിലേക്ക് ഓടിയെത്തും. അന്നവർ മോഷ്ടിച്ചത് വെറും ഒരു പാരഗൺ ചെരുപ്പായിരുന്നില്ല. ഒരു കുട്ടിയുടെ വിയർപ്പും വലിയൊരു സ്വപ്നവും മനുഷ്യരോടുള്ള വിശ്വാസവുമായിരുന്നു. ആ ഗ്രാമവും അവിടുത്തെ മനുഷ്യരും രാജുവിൻ്റെ ജീവിതത്തിൽ നൽകിയത് ഒരിക്കലും ഉണങ്ങാത്ത ഒരു വലിയ നഷ്ടബോധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുത്തൻ ചെരുപ്പ് കവർന്ന ആ പഴയ ഗ്രാമത്തെ മനസ്സുകൊണ്ട് പൂർണ്ണമായി പ്രണയിക്കാൻ ഇന്നും രാജുവിന് കഴിയാറില്ല. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടാവും? കമൻറ്റ് ചെയ്യുക.